നമസ്കാരം, ഞാൻ sruthis കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ഓവൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഐസിങ് ടൂൾസ് ഒന്നും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തെങ്കിലും ഈ കേക്കിന് സോഫ്റ്റ്നെസ്സിന് ഒന്നും കുറവുണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ഡാർക്ക് കോമ്പൗണ്ട്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അത് നമ്മളൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കയ്പ്പ് രസം തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ കയ്പ്പ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നിയോണ്ട് തന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞൊന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക, അതായത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള പണികളൊക്കെ കേക്കിൻ്റെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം അത് എല്ലായിടത്തുമായിട്ട് നന്നായിട്ട് പറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പേപ്പർ വെക്കുന്നില്ല. അപ്പോൾ ബേക്കിംഗ് പേപ്പർ കയ്യിലില്ലാത്തവർക്കായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഓയിൽ നന്നായിട്ട് പറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇതുപോലെ കാണുന്ന പോലെ എല്ലായിടത്തുമായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. എല്ലായിടത്തും ആവണതിനനുസരിച്ചിട്ട് നിങ്ങൾ ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ സൈഡിലും അടിയിൽ ഭാഗത്തൊക്കെ ഇതുപോലെ എല്ലായിടത്തുമായിട്ട് ഗോതമ്പ് പൊടി ആവണം. ആ ഒരു രീതിക്ക് നമ്മളിങ്ങനെ തട്ടി എടുക്കുക ഇത്. അപ്പോൾ നിങ്ങൾ മൈദ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ നിങ്ങൾ മൈദ എടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി തന്നെ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും തട്ടിയെടുത്തിട്ട് ഈ ബാക്കി വരുന്ന ഗോതമ്പ് പൊടി നമ്മൾക്ക് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഈ പാത്രം ഒന്ന് മാറ്റി വയ്ക്കുക. ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള നനവൊന്നും ഇല്ലാത്ത ഒരു പാത്രം എടുക്കുക. ഇനി അതിലോട്ട് ഒരു 7 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു 7 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എന്ന് ഞാൻ പറഞ്ഞത്. അതായത് 250 ml കൊള്ളുന്ന കപ്പിലാട്ടോ ഇപ്പോൾ നമ്മളിത് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചു വയ്ക്കുക. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഒരു 3 തവണ അരിച്ചു വെക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതൊരു 3 തവണ നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നനവൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത ശേഷം അതിലോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വയ്ക്കുക. ഇനി ആ മുട്ടയിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മുട്ട ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ, അതായത് നല്ല ക്രീം പരുവത്തിലായിട്ട് വരും, ആ ഒരു രീതിയിലാവണ വരെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ചിട്ടും പിന്നെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ
വെച്ച് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ബീറ്റ് ചെയ്ത് ആ ഓയിൽ എല്ലായിടത്തും ഒന്ന് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാപ്പി ഒന്ന് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ട് ഇവിടെ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുള്ള മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാപ്പിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിവിടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണ ഈ സമയത്ത് നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ആ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം, ചെറിയൊരു പിഞ്ഞാണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേറ്റോ അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നേരിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ അടിയിലോട്ട് നമ്മൾ ബേക്ക് ചെയ്യണ ആ പാത്രം ഇറക്കി വെക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കുക്കറിൽ എടുക്കുമ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ വാഷറും പിന്നെ അതിൻ്റെ വെയിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ പയ്യെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ആ മുട്ടയൊക്കെ നന്നായിട്ട് ആ പതഞ്ഞ് ഫ്ലഫി ആയിട്ട് വന്നതൊക്കെ താന്നു പോവും. അതുകൊണ്ട് പയ്യെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണയായിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് കാപ്പിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബാറ്റർ നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം ഇതുപോലെ കുറച്ച് തവണ ഒന്ന് തട്ടി കൊടുക്കുക. അതിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന കുക്കറിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കായി വരുന്ന സമയം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് ബേക്കായി വരാനായിട്ട് ഒരു 28 മിനിറ്റോളം എടുത്തു. 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കുത്തി നോക്കിയിരുന്നു. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 28 മിനിറ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ സെയിം സമയം തന്നെ ആവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും പിന്നെ അതുപോലെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ആ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ടാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമയം ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ കേക്ക് വേഗം തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മുടെ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ വെണ്ണയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഒന്നും കട്ടയൊന്നും ഇല്ലാതെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അലിഞ്ഞു വന്ന ശേഷം നമ്മൾക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ചൂടോടുകൂടി ഇത് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ മനസ്സിലാവാത്തവരാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മുന്നത്തെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ താഴെ ലിങ്കൊക്കെ കൊടുക്കാം. ഇനി കേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നീളത്തിലുള്ള വീട്ടിലുള്ള ഒരു കത്തി തന്നെയാണ് എടുക്കുന്നത്.
അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ 2 സ്ഥലത്ത്, അതായത് നമുക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ 2 സ്ഥലത്തായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാണ്. എന്നിട്ട് ഓരോ ലെയർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്. ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 3 ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാറിയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ സംശയമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ ഏതെങ്കിലും വീഡിയോസ് പോയി കണ്ടു നോക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു 1/2 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഈ 3 ലെയർ നന്നായിട്ട് തന്നെ നനച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നനച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ഷുഗർ സിറപ്പും ആ കേക്കിൻ്റെ ഓരോ ലെയറിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലേറ്റിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാണ്. ഇത് കേക്ക് തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗമില്ലേ കേക്കിൻ്റെ, ആ ഭാഗമാണ് ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ക്രീമൊക്കെ ആ ഭാഗത്തായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് മുറിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള നീളത്തിലുള്ള കത്തി തന്നെയായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്രീമൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അതല്ലാതെ വേറെ ടൂൾസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിലുള്ള കത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മറ്റു വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റീലിൻ്റെ സ്കെയിലില്ലേ, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇങ്ങനെ നന്നായിട്ട് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ ആ കേക്കിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വേറെ ടൂൾസ് ഒന്നും വേണമെന്നില്ല. വീട്ടിലുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ ഇതുപോലെ തന്നെ ക്രീമൊക്കെ പറ്റി കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ക്രീം എല്ലായിടത്തും ആയിട്ട് ഒന്ന് പറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ 3 ലെയറും നന്നായിട്ട് തന്നെ ഐസിംഗ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഐസിംഗ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ കേക്ക് ഒരേപോലെ അല്ലേ എന്ന് നോക്കണം. അതായത് ഒരേ ലെവലല്ലേ, ചെരിഞ്ഞും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരേപോലെ ആക്കി കൊടുത്തതിന് ശേഷം വേണം, അതായത് 3 ലെയറും ഒരേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇത് നന്നായിട്ട് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ 3 ലെയർ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം ഇങ്ങനെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ. എന്നാലാണ് ഒരുവിധം വൃത്തിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ടായാലും ഒരു വിധത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഐസിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ലെയർ വെച്ച് കൊടുത്ത് ക്രീമൊക്കെ തേച്ച് ഇതുപോലെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുത്ത് തണുക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ആ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ നോസിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നോസിലൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നോസിലൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ധർമ്മം പോലെ എങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ആ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് തണുക്കണ വരെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിത് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിങ്ങനെ വെച്ച് കൊടുത്തു എന്ന് മാത്രം.
എന്നിട്ട് കുറച്ച് ചെറിയും കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറി മാത്രമായിട്ട് വെച്ചാലും നല്ല ഭംഗി തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ മറ്റെന്ത് അഭിപ്രായം ഉണ്ടായാലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.